എന്റെ ദൈവമേ, എന്റെ മനസ്സിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തീർത്തു തരണേ. എന്താണ് നിന്റെ സങ്കടം? മനസ്സമാധാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചിട്ട് ഈ അമ്പലം അടക്കുന്ന നേരത്ത് അപ്പൊ ദേ ഓരോ മാറുന്നു. എനിക്കാണെങ്കിൽ വത്സൻ ആരാണെന്ന് അറിയാനും പാടില്ല. തന്നെയാടോ വിളിച്ചത്? താനാരാ? ഞാനാടോ താൻ വിളിച്ച ദൈവം. തന്റെ പ്രാർത്ഥന കേട്ട് വന്നതാണ്. ദൈവ ചിരിപ്പിക്കല്ലേ, ഈ കിരീടവും മാലയും സാധനങ്ങളും ദൈവ. പോറ്റിയും അനുയായികളും കാരണം എന്റെ പൊന്നരഞ്ഞാണം വരെ ഊരി വെച്ച നല്ലച്ഛൻ ഭൂമിയിലേക്ക് അയച്ചേക്കണം. ക്ഷമിക്കണം ഭഗവാനെ, എന്റെ പ്രാർത്ഥന കേട്ട് വന്നല്ലോ. വത്സ, എന്താണ് നിന്റെ വിഷമം? എന്റെ ദൈവമേ, ഈ വത്സെന്നുള്ള വിളിയൊന്നും മാറ്റി വിളിക്കാൻ പറ്റൂ? ഈ ഭാഗങ്ങളിലൊക്കെ വത്സാന്നും 9 ചില പ്രത്യേക തരം ഒരു വ്യക്തികളെയാണ് വിളിക്കുക. അതൊന്നും മാറ്റി വിളിക്കണേ. എന്നാൽ പറയൂ, എന്താണ് നിന്റെ വിഷമം? എനിക്ക് 2-3 വിഷമങ്ങളുണ്ട് ഭഗവാനെ. അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയാൽ മതി. പറയൂ, ഉത്തരം ഞാൻ നൽകാം. പെണ്ണുങ്ങൾക്ക് എന്തിനാ ഇത്ര സൗന്ദര്യം കൊടുത്തേക്കണേ? നിങ്ങൾക്കൊക്കെ അവരെ ഇഷ്ടപ്പെടണ്ടേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധി കൂടി കൊടുക്കാറുന്നില്ലേ? അപ്പോൾ നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്റെ ദൈവമേ, ഈ പെണ്ണുങ്ങൾക്ക് എന്തിനാ എത്ര അധികം വായിലാവ് കൊടുത്തേക്കണേ? ഈ ആണുങ്ങളുടെ മനസമാധാനം കളയാനായി സ്ത്രീകളുടെ നാവിന് കുറച്ച് നീളം കുറയ്ക്കായിരുന്നില്ലേ? അത് പറ്റില്ല. അപ്പോ നിങ്ങൾ സമാധാനമായി ജീവിക്കില്ലേ? നിങ്ങൾ സമാധാനമായി ജീവിച്ചു മരിച്ചാൽ സ്വർഗത്തിലെത്തില്ലേ? ഒന്നും മിണ്ടാണ്ടെന്ന കേടി. ഇവിടെ എന്നെ വിറ്റ് കാശാക്കണ്. അപ്പൊ നിങ്ങൾ അവിടേക്ക് വന്നാലോ? എന്റെ സ്ഥിതി എന്തായിരിക്കും?